Good morning, dears. All of you mark your attendance. ആണോ പഠിച്ചോ എല്ലാവരും കൂട്ടക്ഷരം? ഓക്കെ, ആദിഷു ഇനി ആരൊക്കെയാ? ഷാസിലെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഓക്കെ, പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തേ മക്കളെ, എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കൂട്ടക്ഷരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടക്ഷരങ്ങൾ അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഏതൊക്കെ കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്? മക്കളെല്ലാവരും സ്ലേറ്റ് എടുത്ത് ഇത് തന്നെയാണ് ഷാസിലെ ഈ പേജാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്. ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഉപ്പ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഉപ്പ. ഷാസിൽ വെരി ഗുഡ്. അക്ഷരദീപം എഴുതിയിട്ടുണ്ട്. അതേ പേജാണ് മിസ് എഴുതാൻ പറഞ്ഞത് കേട്ടോ. കൂട്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞ അക്ഷരദീപത്തിൽ ഒരു പേജ് ഉണ്ടാവും, അതല്ല കൂട്ടക്ഷരങ്ങൾ ഉണ്ടാവില്ല. ഓ, എഴുതിയോ എല്ലാ മക്കളും അക്ഷരദീപം? അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് എഴുതിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ആദിശ്രീ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. എഴുതാൻ പഠിച്ചോ മക്കൾ എല്ലാവരും? പഠിച്ചോ ആദിഷേ? ഇവിടെ ഏബൽസിൻഡോ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വേറെ ആരെ എഴുതിയേ? മക്കൾ അക്ഷരദീപു എഴുതണം കേട്ടോ. അതേ സമയം നമ്മൾ അന്നേരം പഠിച്ചത് ഇക്ക എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഉപ്പ. എന്താണ് പറഞ്ഞു നോക്കിയേ? ക, ഇക്ക. കായുടെ അല്ലേ? കായുടെ കൂട്ടക്ഷരാണ് ഇക്ക. നെക്സ്റ്റ് ച, ഇച്ച, ത, ഇട്ട, ത, ഇത്ത, പ, ഉപ്പ. ഫാത്തിമ ജാബിർ ചായ എഴുതാൻ പഠിച്ചോ? ഇച്ച എഴുതാൻ പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, പഠിച്ചോ അത്? അപ്പൊ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇന്ന് അത് ഒന്നുകൂടി എഴുതാം. കൂട്ടക്ഷരങ്ങളില് നമ്മള് ക, ച, ട, ത, പ എന്നുള്ളതിന് പകരമായിട്ടുള്ളതാണ് എഴുതുന്നത് കേട്ടോ. ആദ്യം നമ്മൾ അങ്ങനെയല്ലേ താഴോട്ട് പറയുമ്പം ഇങ്ങനെയാ ഖ എന്നുള്ളതിൽ ക ഫസ്റ്റ് വൺ. ക, ഇവാനബിച്ച് കുറെ എഴുതിയല്ലോ. ക, ഇക്ക. അപ്പൊ ഇക്ക, രണ്ട് ചായയുടെ ഇച്ച, ചായയുടെ ഇട്ട, ചായയുടെ ഇട്ട, പായുടെ ഇട്ട. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇക്ക, ഇച്ച, ഇട്ട, ഇട്ട, ഇപ്പ. ഓക്കെ, നിങ്ങൾ ആ വേർഡ് ഒന്നിച്ച് എഴുതിയില്ല, നിങ്ങൾ ആ കൂട്ടക്ഷരങ്ങൾ എടുത്ത് എഴുതും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് എഴുതാൻ ശ്രമിക്കുകയാണേ. നോക്കട്ടെ, ഞാനാണോ നിങ്ങളാണോ ഫസ്റ്റ് ആവുക? സ്റ്റാർട്ട് ചെയ്യണേ. കൂട്ടക്ഷരം മാത്രം ഒന്ന് എഴുതി കാണിച്ചാൽ മതി. അപ്പോ ഫസ്റ്റ് വൺ ഇക്ക. എന്താ പറയാ? ഇക്ക. ക നമ്മുടെ പഠിച്ചാണ്. അപ്പോ ക എഴുതുക, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇക്ക. നെക്സ്റ്റ് വൺ നമ്മൾ ഏതാ പഠിച്ചത്? ച ഇടത്. അപ്പൊ ച എഴുതി, എന്നിട്ട് അതിന്റെ അടിയിൽ എന്തിടണം? ഇങ്ങനെ ഇടണം. അപ്പൊ ഇച്ച. നെക്സ്റ്റ് വൺ ഇട്ട. തായമ്മ പഠിച്ചിട്ടുണ്ട്. അപ്പോ അതേ ടാ എഴുതിയിട്ടാ അതിന്റെ കൂടെ ഒരു ഇത് ഇത്ര പോലെ കൂടെ എഴുതിയാൽ എന്തായി? ഇട്ട. ഇനി ത അല്ലേ? തായല്ലേ ഇനി? അപ്പൊ തായുടേത് ഇത്ത. താ എഴുതുക, എന്നിട്ട് ഒരു തായും കൂടെ എഴുതാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത്ത, ഇച്ച, ഇട്ട, ഇത്ത. നെക്സ്റ്റ് യെസ്. മക്കളെ അക്ഷരദീപത്തിൽ എഴുതിയത് പോലെ തന്നെ നോട്ട് ബുക്കിലും കൂടെ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ പറ്റൂ. ഓക്കെ, വെരി ഗുഡ് മുഹമ്മദ് ഷാസിൽ. കൊറേ പ്രാവശ്യം എഴുതിക്കോ, എന്നാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പഠിക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്താവും? നമ്മൾ നല്ല പോലെ പഠിക്കും. എന്ത് പറ്റി ഫാത്തിമ ജാബിർ? വേഗം എഴുതിയേ. അപ്പൊ ഇപ്പ അല്ലേ?
അപ്പൊ ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കൂട്ടക്ഷരങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ലിസൺ, പ്ലീസ് ലിസൺ. കൂട്ടക്ഷരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, കരയൊന്നും പാടില്ലേ ആരും. അപ്പോ ഇനി നമുക്ക് ഏതാ ലാസ്റ്റ് ലെറ്റർ അവിടെ ഏതാ മായാണ്. അപ്പൊ അതിന്റെ കൂട്ടക്ഷരമാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പൊ എന്താ ഇത് ഞാനൊന്ന് കളയുവാണേ. എല്ലാരും എഴുതിയിട്ടുണ്ടല്ലോ, എഴുതാൻ പഠിച്ചോ? എന്നാലേ അടുത്തയിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഷാസിൽ പഠിച്ചോ മോനെ? ഓക്കെ, വെരി ഗുഡ്. ഇതാ നമ്മള് ഞാ എഴുതിയിട്ടുണ്ട്, മക്കൾക്ക് അറിയോ? ഇതാ ഇതാണ് കാക്ക ഗ അല്ലെ, ലാസ്റ്റ് ലെറ്റർ അവിടെ ഇതിന്റെ കൂട്ടക്ഷരാണ് നമ്മൾ എഴുതുന്നത്. ഏത് എന്നുള്ളതിലത്തെ അല്ലേ? എങ്ങനെയാണെന്നറിയോ? ഇല്ലേ? ഏത് കൂട്ടക്ഷരം എഴുതിയില്ല? ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഉപ്പ പഠിച്ചില്ല മോൻ? പഠിച്ചു. ഓക്കെ, എന്നാ എഴുതിക്കോ മോനത്. കാണാതെ എഴുതാൻ പഠിച്ചോ? എന്നാ എഴുതിക്കോ. അതാണ് ഞാൻ എഴുതിയത് ഫസ്റ്റ് വൺ. ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ. അത് എഴുതിക്കോ മോന്. കാണാതെ അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെ, അപ്പൊ നമ്മള് ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇപ്പൊ ആദ്യം നമ്മൾ എഴുതി കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ഏതാ പഠിക്കുന്നത്? കണ്ടോ, ഇതാണ് യുടെ കൂട്ടക്ഷരം. വെരി ഗുഡ്. അപ്പൊ ഒന്നുകൂടി ഇച്ച, ഇട്ട, ഇത്ത അത് എഴുതി കാണിച്ചു തരണോ ഡെൽവിൻ? എഴുതിയോ മോനെ ഡെൽവിൻ ബിജു? ഓക്കെ, നിങ്ങൾ എഴുതാൻ പഠിക്കട്ടോ. അതിന്റെ പുറത്തേക്കൂടെ ഇങ്ങനെ വിളിക്കോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെങ്കിലേ നമ്മൾ അടുത്തയിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്. ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഉപ്പ, അത്രയാണ് നമ്മൾ പഠിച്ചത്. അതായത് കായുടേത് ഇക്ക, ചായുടേത് ഇച്ച, ചായുടേത് ഇട്ട, ചായുടേത് ഇത്ത, ചായുടേത് ഇപ്പ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇന്ന് നമ്മൾ ഏതാ പഠിക്കുന്നത്? ഇനി ഞായാണ് അല്ലെ അടുത്തത്. എങ്ങനെ എഴുതും? ഞാൻ അറിയാലോ മക്കൾക്ക്. നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചതല്ലേ? ഇതാണ് ഇതിന്റെ കൂട്ടക്ഷരാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഞാൻ എഴുതുക. എങ്ങനെ എഴുതണ്ടേ നോക്കി എഴുതാം. ഞാൻ എഴുതുക. ഇത് രണ്ടും കൂടെ പഠിപ്പിച്ച് ഇന്ന് പറ്റില്ലെങ്കിൽ നമുക്ക് ഒന്ന് മാത്രം പഠിക്കാം. ഇതാണ് ഇന്ന, മഞ്ഞ, മഞ്ഞൾ ഒക്കെ എഴുതല് അല്ലേ? All of you listen, please listen. എഴുതിയോ? എഴുതാൻ പഠിച്ചോ? ബുദ്ധിമുട്ടുണ്ടോ മക്കൾക്ക്? ഇല്ല, എഴുതാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പറയണം കേട്ടോ. ഇന്ന് നമുക്ക് ഈ ഒറ്റന്ന് മാത്രം പഠിക്കാം. നോക്കട്ടെ, ഒന്ന് എഴുതി കാണിച്ചേ. ഇങ്ങ എന്ന കൂട്ടക്ഷരം. ഷാസിലെ ഒന്ന് കുറച്ചുകൂടി നേരെ കാണിച്ചടാ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് ഓർത്ത് വെക്കണേ കേട്ടോ. കായുടെ കൂട്ടക്ഷരം ഇക്ക എഴുതാൻ പഠിക്കണം. ച, ഇച്ച. ഓക്കെ ഷാനി, വെരി ഗുഡ്. ത, ഇത്ത കാണിക്കണോ? കാണിച്ചേരാ. വൈക, വെരി ഗുഡ്. വൈക ഇതാ. ഓക്കെ, ഇതാ നമ്മൾ ഇന്ന് എഴുതിയത് ഇതാണ് കേട്ടോ.
കേട്ടോ. ഞാ ഇഞ്ഞ. അപ്പൊ ഇത് നമ്മുടെ അക്ഷരദീപം ബുക്കിലും ഉണ്ട്, അത് നിങ്ങൾ എഴുതണം കേട്ടോ. ഞാ ഇഞ്ഞ. ഇപ്പൊ അല്ല, ക്ലാസ്സിലും കഴിഞ്ഞിട്ട് സമയത്തോടെ എഴുതും. അപ്പൊ ഞാ ഇഞ്ഞ അതിന് മുന്നേ സ്ലേറ്റിൽ നന്നായി എഴുതിയിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം അക്ഷരദീപം ബുക്കിലേക്ക് എഴുതും. ആരാണ് അവിടെ സംസാരിക്കുന്ന ആള്? ആയിഷക്കുട്ടി എഴുതുന്നില്ലേടാ? എഴുതിയോ? പഠിച്ചോ? ഒരു 1-2 പ്രാവശ്യം എഴുതിക്കോ. ഇങ്ങ ഇഞ്ഞ പറഞ്ഞോണ്ട് എഴുതിയ ഇങ്ങ. ഇത് ഇങ്ങ, ഇത് ഇഞ്ഞ. അപ്പൊ ഇവിടെ വേർഡ് കണ്ടോ? മൂങ്ങ, മഞ്ഞൾ അല്ലെ, മഞ്ഞ്, മഞ്ഞ എന്നൊക്കെ എഴുതൽ നമ്മ ഈ ഇഞ്ഞ ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ ങ അല്ലെ. ഇനിയോ ട ഠ ഡ ഠ ന. നായുടേതാണ് ഇനി എഴുതുന്നത്. ആയിഷ മന്ന വെരി ഗുഡ്. ഇനി നായുടേതാണ് എഴുതേണ്ടത്. ന ഇന്ന. ഇതുണ്ണ. ഇതറിയാലോ മക്കൾക്ക്? ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. ഇണ്ണ എഴുതുന്ന എങ്ങനെയാന്ന് നോക്കിയേ. നമ്മൾ നേരത്തെ ഉപ്പ എഴുതിയിട്ടേ താഴെ ഉപ്പ, അതേപോലെയാണ് ഇത്. ഒരു കുഞ്ഞിണ എഴുതണം മക്കള്. താഴെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഒരു കുഞ്ഞിണ. ഇതാണ് ഇണ്ണ. ഓക്കെ, ഇതാണ് നായുടെ കൂട്ടക്ഷരം ഇണ്ണ. 2 ണ കണ്ടോ? അതിന് താഴെ ഒരു ചെറിയ നോ. എല്ലാം എഴുതിയോ? ശനി, വെരി ഗുഡ്. പെണ്ണ ഇണ്ണ. കണ്ണ് അല്ലെ, കണ്ണ്. ഓക്കെ, നെക്സ്റ്റ് വെണ്ണ ഒക്കെ വരുവേ. കണ്ണ്. അടുത്ത് നോക്കിയേ മക്കള്. അടുത്തത് ഏതാ? നായാണ് അല്ലെ. നായുടെ കൂട്ടക്ഷരാണ് എഴുതേണ്ടത്. ഇന്ന. നായുടെ കൂട്ടക്ഷരം ഇന്ന. എങ്ങനെ എഴുതണം നോക്കിയ മക്കള്? വെരി ഗുഡ്. ഇന്ന കണ്ടോ? ഇതാണ് ഇന്ന. ഇന്ന. ഒന്ന്, പന്നി അല്ലേ? ഇതൊക്കെ പറയുന്ന ഇതാണ്. ഒന്ന്, ഒന്നാനാം അല്ലേ? ഒന്ന്. ഓക്കെ, ഇന്ന. ഇതാണ് ഇന്ന. നാ എഴുതിയിട്ട് ഒരു ചെറിയൊരു ഇത് മാത്രം കേട്ടോ. നാ എഴുതി എഴുതാൻ അറിയില്ലെങ്കിൽ പറയണേ. ഈ നാ എഴുതി എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ. ഇതാണ് ഇപ്പൊ നമ്മൾ എഴുതിയ ഇന്ന. നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് അടുത്തത് ഇതാ മായിടത് ഉമ്മ. 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 മാ എഴുതാ അല്ലേ? മായുടെ ഏതാ? ഇവിടെ എഴുതേ. മാ നമുക്കറിയാലേ. ഉമ്മ. 2 മായാണ് ഉമ്മ കേട്ടോ. 2 മാ. അമ്മ എന്നൊക്കെ എഴുതുന്ന നമ്മള്. ഉമ്മ ഉണ്ടോ? പറഞ്ഞോടാ. താഴോട്ട് തന്നെ എഴുതേണ്ടത് കേട്ടോ. ഇവിടെ സ്ഥലവും ഇല്ലാത്തോണ്ട് മിസ് ഇവിടെ കയറ്റി എഴുതിയ. താഴോട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന കൂട്ടക്ഷരങ്ങള് ഇങ്ങ, ഇഞ്ഞ, ഇണ്ണ, ഇന്ന, ഉമ്മ. ഓക്കെ, അത് മായുടേതാണ് ഉമ്മ, നായുടേത് ഇന്ന, നായുടേത് ഇന്ന, ഞായുടേത് ഇഞ്ഞ, നായുടേത് ഇന്ന. ഓക്കെ, ക്ലിയർ ആണോ? ഐവിൻ ജോസഫ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ മോനെ? കാഴ്ച ഇട്ടപ്പ നമ്മള് കൂട്ടക്ഷരങ്ങള് പഠിച്ചു കേട്ടോ. കാഴ്ച ഇട്ടപ്പ പഠിച്ചു. ഇന്ന് നമ്മള് ഇന്ന, 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 ഉമ്മ എന്ന് പഠിച്ചു. ഓക്കെ, അതിന് താഴത്തെ ഇല്ല ഞാൻ പഠിക്കലായിട്ടാ. ഇനി അടുത്ത നമുക്ക് എന്താ പഠിക്കേണ്ടത്? അടുത്താണ് നമുക്ക് പഠിക്കേണ്ടത് യാ, ഇല്ല, ല, ഇല്ല, വ, ഉവ്വ അല്ലേ?
ള ള ച ച റ ഇച്ച അല്ലേ? അതാണ് ഇനി പഠിക്കാനുള്ളത്. പിന്നെ ഇഞ്ച ഇഞ്ച ഇണ്ട ഇണ്ട ഉമ്മ. ഓക്കെ, അത്രയാണ് പഠിക്കണം. അപ്പൊ ഇന്ന് ഇത്രയേ നമുക്ക് വേണ്ടൂ. അപ്പൊ ഇത് പഠിച്ചോ എല്ലാവരും എഴുതാൻ? ഓക്കെ, പഠിച്ചു. അപ്പൊ അടുത്ത ക്ലാസ്സിലുണ്ടല്ലോ മക്കളെ, ഇത് നന്നായി എഴുതി പഠിച്ചിട്ട് വരണേ. ഇതൊക്കെ നമ്മുടെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത് വരെ, അതായത് ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ, ഇങ്ങ, ഇഞ്ഞ, ഇന്ന, ഇന്ന, ഉമ്മ, ഇതുവരെയുള്ളത് നന്നായിട്ട് കാണാതെ എഴുതാൻ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഒരു ഡിക്റ്റേഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? മക്കള് നന്നായിട്ട് എഴുതാൻ പഠിക്കണം. അത്രപ്പോൾ ഓക്കെ. ഓക്കെ ആണോ? യെസ് ഓർ നോ മക്കളെ? ഒരു പ്രതികരണവും ഇല്ലേ? യെസ്, വെരി ഗുഡ് ആദിഷ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മുടെ കൂട്ടക്ഷരങ്ങള് നമ്മൾ പഠിച്ചത് വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് വരണം. വെരി ഗുഡ് ആദിഷ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിയോ ഇത്ര വരെയുള്ളത്? അപ്പൊ കൊറേ പ്രാവശ്യം അത് എഴുതണം. അപ്പൊ അത് വെച്ച് നമ്മൾ എത്ര വാക്കുകളായി ഇപ്പൊ പഠിച്ചത് നോക്കിയേ. ഞാൻ വായിക്കാം. നമ്മളിപ്പോ പഠിച്ച കൂട്ടക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകൾ ഞാൻ വായിക്കാം. ശ്രദ്ധിക്കോ മക്കളെ. കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതില് എഴുതി കഴിഞ്ഞല്ലോ? എഴുതാൻ പഠിച്ചോ മക്കൾ? ആരെങ്കിലും ഇനി എഴുതാൻ അറിയാത്തവരുണ്ടോ? ആർക്കെങ്കിലും എഴുതാൻ പറ്റാതെ ഉണ്ടോ? അസലെല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇതൊന്ന് വായിക്കാം. ഫസ്റ്റ് വൺ കോളത്തിലുള്ളത് ചക്ക. ചായും ഇക്ക നമ്മളിപ്പോ പഠിച്ച കൂട്ടക്ഷരവും അവിടെയുണ്ട്. അപ്പൊ ചക്ക എന്ന് വായിക്കും. നെക്സ്റ്റ് താഴോട്ടാ ഞാൻ വായിക്കുന്നത്. നമ്മൾ ഇച്ച എന്ന കൂട്ടക്ഷരം പഠിച്ചിട്ടുണ്ട്, പൂച്ച. നെക്സ്റ്റ് മൂന്നാമത്തത് പട്ടം, തത്ത, അപ്പം അല്ലെ? ശയ്യ വായിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. നെക്സ്റ്റ് മൂങ്ങ, നമ്മൾ ഇന്ന് പഠിച്ചത് ഇങ്ങായാണ്. അപ്പൊ മൂങ്ങ. അടുത്തത് ഇഞ്ഞ, മഞ്ഞൾ. ഇണ്ണ, കണ്ണ്. ഇന്ന, ഒന്ന്. ഉമ്മ, അമ്മ. ഇനി ഇല്ല നമ്മൾ പഠിച്ചിട്ടില്ല. ഇത്രയും നമ്മൾ പഠിച്ചിട്ടില്ല. അതായത് 1 2 3 4 5 6 7 8 9 10 10 നമ്മളിപ്പോ പഠിച്ചത് കൂട്ടക്ഷരങ്ങള്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ 10 അടുത്ത ക്ലാസ്സിൽ മിസ് ചെയ്തിരിക്കുക. അപ്പൊ അതൊന്ന് വായിച്ചേ മക്കളെ. നമ്മളിപ്പോ പഠിച്ച ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ചേ. ആ കോളത്തിലുള്ളത് വേർഡ് ചക്ക, പൂച്ച, പടം ആണോ? നമ്മള് കൂട്ടക്ഷരല്ലേ പഠിച്ചത്? ഇട്ട. എന്ത് വായിക്കും? പട്ടം. വെരി ഗുഡ്. പട്ടം. വെരി ഗുഡ്. അതിന് നോക്കിയ അക്ഷരം അപ്പം. വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മള് മൂങ്ങ വായിക്കേണ്ടത്. താഴോട്ടില് വായിക്കണം. അപ്പൊ നമ്മള് പഠിച്ച അക്ഷരല്ലേ? മായതെ, ഇഞ്ഞാതെ, ഇള്ളും നമ്മൾ പഠിച്ചത്. വായിച്ചു നോക്കിയേ. മഞ്ഞൾ. എന്നാ അക്ഷരം? അത് ഏതാ അക്ഷരം നോക്കിയേ? അമ്മേനെ നോക്കുന്ന എന്തിനാ? അതിലേക്ക് നോക്കിയേ. നമ്മൾ പഠിച്ച അക്ഷരം നോക്കോ. കാ. പിന്നെയോ നായുടെ കൂട്ടക്ഷരം എനിക്ക് ചന്ദ്രക്കരയിട്ടാലോ? കണ്ണ്. കണ്ണ്. നെക്സ്റ്റ് താഴെയുള്ളതോ? വെരി ഗുഡ്. ഒന്ന്. വെരി ഗുഡ്. അമ്മ. മതി. അത്ര നമ്മള് പഠിച്ചു. ഇനി നെക്സ്റ്റ് അതാരാ വായിക്കുന്നേ? ഇഷാനി. ഓക്കെ, വായിപ്പിക്കാം എല്ലാരും. ഓക്കെ, ഇഷാനി ഒക്കെ വായിച്ചേ. കണ്ണ്, ഒന്ന്,
വെരി ഗുഡ്. നെക്സ്റ്റ് അൻവിത പ്രതീഷ് വായിച്ചോ. ചക്ക, പൂച്ച, പട്ടം, തത്ത, അപ്പം. കണ്ണ്, ഒന്ന്, അമ്മ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിശ്രീ. ചക്ക, പൂച്ച, പട്ടം, തത്ത, അപ്പം. ഓക്കെ. മഞ്ഞൾ, കണ്ണ്, ഒന്ന്, അമ്മ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ന്യൂഹാസ്മിൻ. ചക്ക, പൂച്ച, പട്ടം, തത്ത, അപ്പം. ചക്ക, പൂച്ച, മൂങ്ങ, മഞ്ഞൾ. അക്ഷരം നോക്ക്. കണ്ണ്. കണ്ണ്. അടുത്ത അക്ഷരം അമ്മ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിഷ്. ചക്ക, പൂച്ച, പട്ടം, തത്ത, അപ്പം, മൂങ്ങ, മഞ്ഞൾ, കണ്ണ്, ഒന്ന്, എന്നിട്ടോ നമ്മ പഠിച്ചത് ഏതാ? ഉമ്മ, അമ്മ അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഷഹൽ. ചക്ക, പൂച്ച, അക്ഷരം നോക്കി. കാ, എന്നിട്ടോ കായും പിന്നീട് അതിന്റെ അക്ഷരം കണ്ണ്, ആയല്ലേ? അമ്മ. മതി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഡെൽവിൻ ബിജു. ചക്ക, പൂച്ച, പട്ടം, തത്ത. അക്ഷരം നോക്കി വായിച്ചില്ലേ? മാക്ക് ഊച്ചിലിട്ടു. മൂങ്ങ. സയ്യ വായിക്കണ്ട. മൂങ്ങ, മഞ്ഞൾ, മഞ്ഞൾ. ഇല്ലില്ലേ? മഞ്ഞൾ, കണ്ണ്, ഒന്ന്, അമ്മ. വെരി ഗുഡ്. ഏതൻ ജി മാത്യു. മറ്റുള്ളവർ ശ്രദ്ധിക്കണേ മക്കളെ. പൂച്ച, പട്ടം, തത്ത, അപ്പം. എന്നാ അക്ഷരം? ശയ്യ വേണ്ട. തൊട്ട് മേലത്തെ വായിച്ചു. നമ്മൾ പഠിച്ചത് മാത്രം. മൂങ്ങ, മഞ്ഞൾ, കണ്ണ്, അടുത്ത അക്ഷരം നോക്കിയേ. ഒന്ന്, അമ്മ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നിരാശ പ്രണബ്.
എനിക്കോ നമ്മളിപ്പോ പഠിച്ചൊരു കൂട്ടക്ഷരമില്ലേ ഇച്ച. പട്ടം. അടുത്തത് വെരി ഗുഡ്. ഇനി താഴെയല്ല മുകളിൽ. അടുത്തത് മഞ്ഞൾ. കൂട്ടക്ഷരം ഇപ്പൊ പഠിച്ചതാ അത് എണ്ണയല്ലേ മോളെ. അപ്പൊ കണ്ണ്. ഓക്കെ കണ്ണ്. ഒന്ന്. അച്ഛൻ നോക്കി മോളെ. പിന്നെയോ വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞപ്പോ ഐവിൻ. ഐവിൻ ജോസഫ്. തക്ക, പൂച്ച, പട്ടം, തട്ട, അപ്പം, ശല്യ. മുകളിലത്തെ വായിക്കും. മൂങ്ങ വായിക്കും. ശല്യ കിട്ടില്ല. നോക്കി വായിച്ച അക്ഷരം മോൻ. മൂങ്ങ. മൂങ്ങ. അടുത്ത അക്ഷരം നോക്കിയേ. മഞ്ഞൾ. അക്ഷരം നോക്കടാ ടെക്സ്റ്റിലേക്ക്. കായും പിന്നെ നമ്മളിപ്പോ പഠിച്ചൊരു കൂട്ടക്ഷരം ഉണ്ട് ഇണ്ണ. അപ്പൊ കണ്ണ് അല്ലേ. അടുത്തത് ഒന്ന്. അടുത്തത് വെരി ഗുഡ്. നെക്സ്റ്റ് ആയിഷ മാന. ഓക്കെ വെരി ഗുഡ്. ആയിഷ മാന. ആയിഷ പ്ലീസ്. ചക്ക, പൂച്ച, പട്ടം, തത്ത, അപ്പം. മൂങ്ങ. അടുത്തത് മേലെ മൂങ്ങ വായിക്കും വേഗം. അമ്മ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ ജാബിർ. മൂങ്ങ. മഞ്ഞൾ. വെരി ഗുഡ്. നെക്സ്റ്റ് ഏബൽസിൻഡോ. വെരി ഗുഡ്. ഏബൽസിൻഡോ. ചക്ക, പൂച്ച, പട്ടം, തത്ത, അപ്പം, മൂങ്ങ, മഞ്ഞൾ, ഒന്ന്. ഉന്നില്ല പോലെ കണ്ണില്ലേ. കണ്ണ്. കണ്ണ്. ഒന്ന്. അമ്മ. ഓക്കെ റിയാൻ ടി പി. റിയാൻ. ചക്ക, പൂച്ച, മൂങ്ങ, മഞ്ഞൾ, കണ്ണ്,
ഒന്ന് ഓക്കെ വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ. ചക്ക പൂച്ച പൂച്ച പട്ടം തത്ത അപ്പം മൂങ്ങ മഞ്ഞൾ കണ്ണ് ഒന്ന് അമ്മ. വെരി ഗുഡ്. നെക്സ്റ്റ് ഉമർ ജാഫർ. ചക്ക പൂച്ച പട്ടം തത്ത അപ്പം മൂങ്ങ മഞ്ഞൾ കണ്ണ് ഒന്ന് അമ്മ. വെരി ഗുഡ്. നെക്സ്റ്റ് അഹല്യ. ചക്ക പൂച്ച പട്ടം തത്ത അപ്പം മൂങ്ങ മഞ്ഞൾ ഒന്ന് കണ്ണിലേക്കാ ഇത് മോളത്ത് വയ്ക്കും. കായും എണ്ണായും ചന്ദ്രക്കല്ലും. വരുമ്പോ കണ്ണ് ഒന്ന് അമ്മ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആദിയ മധു. ആദിയ മധു പ്ലീസ് അൺമ്യൂട്ട്. ചക്ക പൂച്ച പട്ടം തത്ത അപ്പം മഞ്ഞൾ കണ്ണ് വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ഏദൻ തോമസ്. ഏദൻ തോമസ് 1 മിനിറ്റേ ഉള്ളു മക്കളെ, വേഗം വായിക്കും. ഒരാളും കൂടി ഉണ്ട്, അഭിനവും ഉണ്ട്. മൂങ്ങ ചക്ക പൂച്ച താഴോട്ട് വായിക്കും. പൂച്ച പട്ടം പട്ടം തത്ത അപ്പം അപ്പം മൂങ്ങ മഞ്ഞൾ കണ്ണ് ഒന്ന് അമ്മ. വെരി ഗുഡ്. നെക്സ്റ്റ് അഭിനവ്. വായിക്കിച്ച ചട്ട പൂച്ച അച്ഛൻ നോക്കിയേ. പൂച്ച പൂച്ച പട്ടം